ഞങ്ങളിപ്പോഴും കൊൽക്കത്തയിൽ തന്നെയാണ് ഉള്ളത്. എലക്ഷൻ കാരണം മിസ്സായിട്ടുള്ള കുറച്ച് കൊൽക്കത്ത കാഴ്ചകളും കൂടെ കാണാമെന്ന് കരുതി വിക്ടോറിയ മെമ്മോറിയലിലേക്കാണ് പോകേണ്ടത്. ഇവിടങ്ങളിൽ പാർക്കിംഗ് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ആദ്യം പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒന്നും പാർക്കിംഗ് സാധ്യമല്ല, ഇതിനടുത്ത് പാർക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 300 രൂപ അയാൾക്ക് കൊടുക്കണമത്രേ. അങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം പോയി നോക്കി. എങ്ങോട്ടും കിട്ടിയില്ല. അവസാനം അവിടെ നിന്നിരുന്ന ആൾക്ക് 300 രൂപ കൈക്കൂലി കൊടുത്ത് നമ്മളൊരു പാർക്കിംഗ് ഏരിയ സംഘടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു. 1906 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1921 ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. മനോഹരമായൊരു ഗാർഡനും ഇതിനോട് ചേർന്നുണ്ട്. നമുക്കിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ മനോഹരമായിട്ടുള്ള ഗാർഡനിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇവിടുത്തെ പച്ചപ്പും ആ കെട്ടിടത്തിൻ്റെ മാർബിളിൻ്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. ഇതിനോട് ചേർന്ന് ഒരു ചെറിയ ജലസമ്പത്തുമുണ്ട്. അത് ഈ പ്രദേശത്തിൻ്റെ ഭംഗി ഒന്ന് ഇരട്ടിയാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടുള്ള ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണത്രേ. അതുകൊണ്ട് തന്നെയാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പുറത്ത് നല്ല വെയിലാണിപ്പോൾ. ആ വെയിലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം പകർത്തിയെടുത്തു. ദാ ഇപ്പോൾ നമ്മൾ കാണുന്നതില്ലേ, ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടുള്ള ക്വീൻ വിക്ടോറിയയുടെ ഒരു വലിയ പ്രതിമയാണ്. ഇത് വിക്ടോറിയ മെമ്മോറിയലിന് തൊട്ടു മുമ്പ് തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിക്ടോറിയ മെമ്മോറിയലിന് മുൻവശത്ത് രാജകീയമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റാച്യു ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിലാണ് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും ശക്തമായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയും ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണത്തിനടിയിലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് അന്നത്തെ ഭരണകേന്ദ്രമായിട്ടുള്ള കൊൽക്കത്തയിൽ തന്നെ ഈ വിക്ടോറിയ മെമ്മോറിയൽ നിർമ്മിച്ചു. ഇതൊരു കൊളോണിയൽ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ്, മുഗൾ, ഇസ്ലാമിക്, യൂറോപ്യൻ ശൈലികളുടെ ഒരു സമന്വയവും നമുക്ക് ഈ കെട്ടിടത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് നേരം പുറത്തു നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അകത്തൊരു മ്യൂസിയം ഉണ്ട്. പിന്നെ പഴയ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പെയിൻറ്റിങ്സ് ഉണ്ട്. സ്കൾപ്ചേഴ്സ് കുറേയൊക്കെ അവിടെ കാണാൻ പറ്റി നമുക്ക്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡോക്യുമെൻസും കുറച്ച് വെപ്പൺസും പിന്നെ മാപ്സും ഇതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടൂറിസ്റ്റ് സ്പോട്ടിനേക്കാളും ഉപരി ഇന്ത്യയുടെ കൊളോണിയൽ ഹിസ്റ്ററി പറയുന്ന ഒരു പ്രധാന ചരിത്ര സ്മാരകവുമാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് വലിയൊരു ചർച്ചിനോട് സാദൃശ്യം തോന്നുന്ന പോലത്തെയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. 1906 ഈ സ്മാരകത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് പറഞ്ഞല്ലോ. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ ആണ് ഈ മെമ്മോറിയൽ നിർമ്മിക്കാൻ പ്രധാനമായിട്ടും മുന്നോട്ടിറങ്ങിയത്. ഈ മുകളിൽ കാണുന്ന പെയിൻറ്റിങ്സിൽ അന്നത്തെ ഭരണ രീതികളും വസ്ത്രധാരണ രീതികളും എല്ലാം വിശദമായിട്ട് പെയിൻറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയുടെ പരാമർശം കാണാം. അതാണ് ഈ കണ്ട പ്രൊക്ലമേഷൻ ഓഫ് ക്വീൻ വിക്ടോറിയ, അലഹബാദ്, നവംബർ 1, 1858 എന്ന് പറയുന്നത്. 1857 ഇന്ത്യൻ വിപ്ലവത്തിന് ശേഷം ഇന്ത്യയിലെ ഭരണത്തിന് വലിയ മാറ്റം വന്ന സമയത്താണ് ഈ പ്രഖ്യാപനം നടന്നത്. അതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. എന്നാൽ 1857 ശേഷം ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു എന്ന് കാണിക്കാനുള്ള ഒരു പ്രൊക്ലമേഷനാണത്, ഒരു പരാമർശമാണത്. ഈ കാണുന്നത് ലോർഡ് ക്ലൈവിൻ്റെ പ്രതിമയാണ്. യഥാർത്ഥത്തിൽ റോബർട്ട് ക്ലൈവ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ശക്തമായി സ്ഥാപിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ പങ്കുവഹിച്ച വ്യക്തികളിൽ ഒരാളാണ്. ഇതുകൂടാതെ ഇന്ത്യയിലെ മഹത്തായിട്ടുള്ള വ്യക്തികളുടെ പരാമർശവും ഈ കെട്ടിടത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പുറത്തുനിന്ന് ഈ കെട്ടിടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് രാത്രിയിൽ ഇതിൻ്റെ ഇലുമിനേഷൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ വളരെയധികം ഭംഗിയുണ്ടാവും ഇത് കാണാനായിട്ട് എന്നുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. മൺഡേ ഇത് ക്ലോസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കിംഗ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്.
ഈ വിക്ടോറിയ മെമ്മോറിയലിനോട് ചേർന്ന് കാണുന്ന ഒരു വലിയ ഓഫീസാണിത്. ഇത് ടാറ്റ സ്റ്റീലിൻ്റെ ഓഫീസാണ്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ വഴികളിലെല്ലാം കുതിരവണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഇനിയും ഏറെ കൊൽക്കത്ത വിശേഷങ്ങളുണ്ട്. യാത്രകൾ തുടരും.